ഇന്നൊരു അവധി ദിവസത്തെ ഫ്രാൻസിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഫ്രാൻസിലെ ഞാൻ പറഞ്ഞല്ലോ ലോറേൽ എന്ന് പറയുന്ന നദിയുടെ സൈഡാണ് ഇപ്പോൾ ഈ കാണുന്നത്. അവിടെ നോക്കിയേ, ഇതൊരു ശനിയാഴ്ച വൈകുന്നേരമാണ്. ശനിയാഴ്ച വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഞായറാഴ്ച, നാളെ ഞായറാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസമാണ്. ഇങ്ങനെ നോക്കി അവധി ആഘോഷിക്കുന്ന ജനങ്ങളാണ്. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും കാണുമോ ഇതുപോലെ ജനങ്ങൾ, കുടുംബം, സുഹൃത്തുക്കൾ, അങ്ങനെ എല്ലാവരുമായിട്ട് ചേർന്ന് നദിക്കരയിൽ ഇങ്ങനെ ഇവർ ആഘോഷിക്കുകയാണ്. ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ മദ്യം, പ- ആഹാരം, പിന്നെ എക്സസൈസ്, മറ്റുള്ള എല്ലാവിധ ആക്ടിവിറ്റീസ്. എനിക്ക് തോന്നുന്നു ആഹാരം അധികമില്ല, അവർ മദ്യപിക്കുകയാണ്. ആഹാരം ഇങ്ങനെ കൊണ്ടുവച്ച് ഞാൻ കഴിക്കുന്നത് കണ്ടില്ല കേട്ടോ. ഇത് സൗദി അറേബ്യയിലെ പോലെ ഒരു പാർക്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പാർക്ക് നല്ല കാലാവസ്ഥ നല്ലതാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആഹാരം വാങ്ങിച്ച് അവിടെ കൊണ്ടുവച്ചിട്ട് കഴിക്കുക, അവിടെ ചുട്ട് കഴിക്കുക. അങ്ങനത്തെ ഒരു പരിപാടിയും ഇവിടെ ഇല്ല. ഇവിടെ നോക്കിയ എല്ലാവരും അവരവരുടെ ഫാമിലി ആയിട്ട് ഉം, ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ അവരെ ഫ്രണ്ട്സുമായിട്ടും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം. നദിക്കരയിൽ ഇന്ന് ഞാൻ ഏതാണ്ട് 1 കിലോമീറ്ററോളം നദിക്കരയിൽ കൂടി ഇങ്ങനെ നടന്നു. ജനങ്ങൾ നോക്കി അങ്ങനെ പതിനായിരക്കണക്കിന് ജനമുണ്ട്. ഇങ്ങനെ നിറഞ്ഞിരിക്കുക. രണ്ട് കരയിലും ഉണ്ട്. അത് അപ്പുറത്തെ കരയിൽ എന്താ പറഞ്ഞാൽ കൂടുതൽ പ്രൈവസി വേണമെന്നുള്ളവർ ആ കരയിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലാത്തവരൊക്കെ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും. ഇവിടെ കുറേ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. എന്നാൽ ആ റെസ്റ്റോറൻറ്റുകളിൽ ഫുഡ് അവൈലബിൾ ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ഡ്രിങ്ക്സ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് ബോട്ട് സർവീസും ഉണ്ട്. എന്തായാലും ഞാൻ ഒന്ന് കുറച്ച് നേരം നടന്നു, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്നു പോകുമ്പോഴുണ്ട് അത് ഇങ്ങനെ ഇനി ബോട്ട് സർവീസിൻ്റെ ഏരിയയിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. എങ്ങനെതാ ഇവിടെയൊക്കെ നോക്കി എന്തുമാത്രം ജനങ്ങൾ നോക്കിയേ. വാഹനങ്ങൾ പ്രവേശിക്കാൻ പാടില്ല ഇവിടെ, വാഹനങ്ങൾ അലൗഡ് ഇല്ല. ഉള്ളി വാക്കിംഗ്, സൈക്ലിങ്, ഇതൊക്കെ പറ്റും. ആവശ്യം പോലെ ആൾക്കാർ. എന്നാൽ ആരും പുഴയിലേക്ക് ചാടുന്നുമില്ല. പുഴയിൽ ഒരുവിധ ആം, അതായത് വേസ്റ്റുകളൊന്നും വലിച്ചെറിയുന്നുമില്ല. അവരൊക്കെ മദ്യപിക്കുന്നുണ്ട്, അവരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. മദ്യപിച്ച് ലെക്ക് കെട്ടെടുത്ത് പുഴയിലേക്ക് ചാടുകയോ അല്ലെങ്കിൽ വേസ്റ്റ് വലിച്ച് പുഴയിലേക്ക് എറിയോ ഒന്നും ചെയ്യില്ല. നോക്കിയേ എത്രത്തോളം ക്ലിയർ ആണെന്ന് നോക്കിയേ. ഇതാണ് നമ്മൾ കണ്ട് പഠിക്കേണ്ടത്. നമ്മുടെ ആൾക്കാരെങ്ങനെയാണ് മദ്യപിച്ച് കഴിഞ്ഞാൽ ലെക്ക് കെട്ട് അവരെടുത്ത് ആം, പുഴയിലേക്ക് ചാടും. പിന്നെ അവിടെ അപകടങ്ങൾ വിളിച്ചു വരുത്തും. അവിടെ പോലീസുണ്ട്. അവിടെ നോക്കി ഇവിടെ എങ്ങാനും നിങ്ങൾ കാണുന്നുണ്ട് ഒരു പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ ഒരു പോലീസ് വാഹനമോ ഇവിടെ എങ്ങുമില്ല. അവർ സ്വയം നിയന്ത്രിക്കുകയാണ്. അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ കേസസ് കുറവാണ്. ഞാൻ പണ്ട് കേട്ടത് ഫ്രാൻസിൽ ഭയങ്കര കേസസ് ആണ്, പിടിച്ചുപറി അങ്ങനെ പലതും ഒക്കെ ഉണ്ടെന്നാണ്. പക്ഷേ പിടിച്ചുപറിയൊക്കെ ഉണ്ടാവാം, ചീറ്റിംഗ് കേസൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെയൊന്നും ഈ സ്വമേധയാ ഈ നാട്ടുകാർ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഈ ഫോറിനേഴ്സ്, അതായത് വെളിയിൽ നിന്നുള്ള ആൾക്കാർ വരുന്നിടത്താണ് ഈ മറ്റുള്ള രാജ്യക്കാർ, അതായത് ഈ കറുത്ത വംശജരും മറ്റുള്ളവരും ഒക്കെ അവിടെ പോയിട്ട് ക്രൈംസ് ഒക്കെ ചെയ്യുക. നമ്മൾ ഈ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കറുത്ത വർഗ്ഗക്കാരാണ് ക്രൈംസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു പറഞ്ഞ് അത് നമുക്കൊരു ആറ്റിറ്റ്യൂഡായി എന്നല്ലാതെ. പക്ഷെ എനിക്ക് തോന്നുന്നത് കറുത്ത വർഗ്ഗക്കാരല്ല ഇത് ചെയ്യുന്നത്, മറ്റുള്ള രാജ്യക്കാരാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. നോക്കിയാൽ എന്തുമാത്രം ആൾക്കാർ ഇങ്ങനെ ഇരിക്കണം എന്ന് നോക്കിയാൽ താഴത്ത്. അവർക്കൊന്നും ഒരു ഇഷ്യൂ ഇല്ല, അവരെല്ലാം എൻജോയ് ചെയ്യാണ്. നല്ല അടിപൊളിയായിട്ട് അവർ എൻജോയ് ചെയ്യുക. നോക്കിയേ, ഇവിടുന്ന് ബോട്ടിംഗ് ഉണ്ട്. ഇവിടെ ബോട്ടിൽ കയറി നമുക്ക് അതിൽ റെസ്റ്റോറൻറ്റിൽ നമുക്ക് കയറാം. അവിടെ നിന്ന് ആഹാരം കഴിക്കാം. നോക്കിയാൽ ഓരോരുത്തർക്ക് ഇരുന്ന് കിസ് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നമല്ല. പബ്ലിക്കിൽ അവരിരുന്ന് കിസ് ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു, പല ആക്ടിവിറ്റീസുകളും അവർക്ക് ചെയ്യാം. നോക്കി എന്തുമാത്രം ജനങ്ങൾ കിടക്കുന്നത് നോക്കിയാൽ. ഇവർ സത്യത്തിൽ ഈ സാറ്റർഡേ എന്ന് പറയുന്നത് സൺഡേ മോർണിംഗ് വരെ ആഘോഷിക്കുകയാണ് അവർ. സാലറി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവർ ഏറ്റവും കൂടുതൽ കയ്യിലൊന്നും വെക്കാറില്ല, ഇത് ആഘോഷിച്ച് തീർക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നദി എന്തൊക്കെ പറഞ്ഞാലും രണ്ട് സൈഡും കെട്ടി നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഒരു നോക്കണ്ട, ഈ കരയിൽ ഒരുത്തരുമില്ല. ഇവിടെ കുറച്ച് പ്രൈവസി ആവശ്യമുള്ളവർ, കുറച്ച് ചെറിയ എങ്ങസ് അവിടെ ഇരിപ്പുണ്ട്.
ജനങ്ങൾ ടൂറ് കഴിഞ്ഞ് പോകുന്നവരുണ്ട്, ടൂറിന് വേണ്ടി വന്നവരുണ്ട്. എത്ര ജോലി മിസ്റ്റർ ടു ഡൺ ടു ഫോർ 1 or 2 days 1 പാസ്. ഇങ്ങോട്ടാണ് പാസ് എടുക്കേണ്ടത് കേട്ടോ. നമുക്ക് അവിടെ നോക്കാം. ഇത് ഈഫിൽ ടവറിലേക്ക് കയറാനുള്ള പാസ് എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. അല്ലാതെ ബോട്ടിൻ്റെ ട്രാവലിംഗ് അല്ല. അതേ ഒരു ബോട്ട് പുറപ്പെട്ടു പോയി. നല്ല സെറ്റപ്പ് ബോട്ടുകളാണ് കേട്ടോ ഇവിടെ എല്ലാം. എവിടെ നോക്കിയാലും കറുപ്പന്മാരെ കൊണ്ട് 5 കളിയാണ്. ഒരു രക്ഷയില്ല കറുപ്പന്മാർ. ആവശ്യം പോലെ ബസ്സുകളും വന്ന് കിടപ്പുണ്ട്. റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതായത് ക്രൂയിസ് അല്ലാതെ ഇവിടെ തന്നെ വെളിയിൽ നോക്കിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ക്രൂസിനകത്ത് എന്തൊക്കെ സെറ്റപ്പ് അത് നോക്കിയ ഷോപ്പ് തന്നെ ഉണ്ട് കേട്ടോ. ഒരു ഷോപ്പ് തന്നെ ക്രൂസിനകത്തുണ്ട്. നോക്കി ടിക്കറ്റ് എടുത്താലേ അതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അത് കയറി ടൂർ നടത്താൻ തോന്നുന്നു. ആൾക്കാർ കയറി ആവശ്യപോലെ ഞെരുങ്ങി നിൽക്കുന്നുണ്ട്. അതെന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? ഒരു ക്രൂസിൽ പോകാൻ വേണ്ടി നിൽക്കുന്നതാണോ? അല്ലല്ലോ, ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണോ? ഒന്നും പിടികിട്ടുന്നില്ല. ടിക്കറ്റ് എടുത്ത ആൾക്കാർ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പർ സൈഡിലാണ് ക്രൂസ് കിടക്കുന്നത് കേട്ടോ. ഇതിനകത്ത് കൂടി ടിക്കറ്റ് എടുത്ത് അവിടേക്ക് നടന്നു പോകാനുള്ള സ്ഥലമാണ്. ഇതിൽ കൂടി അപ്പുറത്തെ ക്രൂസിലേക്ക് പോവാം. എത്ര ജനങ്ങൾ നിൽക്കണമെന്ന് നോക്കിയാൽ നിങ്ങൾ. എൻ്റെ ദൈവമേ, ക്യൂ നിൽക്കുന്ന ജനങ്ങൾക്ക് ഒരു കണക്കുമില്ല കേട്ടോ. ഇത്രയും ജനങ്ങൾ കയറിയിട്ട് വേണം, അത്രയും ആൾക്കാരെ കവർ ചെയ്ത് വേണം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ തന്നെ. നോക്കിയേ, ഇതെന്തൊരു വലിയ ബിസിനസ്സാണ് ഇത്. ഭയങ്കര ബിസിനസ്സാണല്ലോ. അത് പോരാഞ്ഞിട്ട് വെളിയിലും ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ആൾക്കാർ പിന്നെ ആ ബോട്ടിൽ ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് ഇവരങ്ങോട്ട് വിടുമെന്നാണ് തോന്നുന്നത്. കുറേ ഇന്ത്യൻ ഗ്രൂപ്പ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഈ നോർത്ത് ഇന്ത്യൻ എന്നൊക്കെ ഉള്ള ഗ്രൂപ്പുകൾ ആവശ്യം പോലെ വരുന്നുണ്ട്. ഇത് ഗ്രൂപ്പിനെ കൊണ്ടുവന്ന വണ്ടികളാണ് ഈ കിടക്കുന്നത് മൊത്തം ഇവിടെ പാർക്കിംഗ്. എന്നൊക്കെ പുഴയ്ക്കകത്ത് തന്നെ എത്ര സെറ്റപ്പാണ്. നമ്മുടെ നാട്ടിലുള്ള പുഴകളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് വെള്ളം കുത്തിയൊലിച്ച് വരുമ്പോൾ ഇതെല്ലാം നശിച്ചു പോകും കേട്ടോ. ഇന്ത്യൻ സിറ്റിസൻസ് ആണ്, ഇവിടെ എവിടെയോ സെറ്റിൽഡ് ആയവരാണ് അവർ ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഇങ്ങോട്ട് മാറ്റിക്കളഞ്ഞത്. അവർക്കൊരു ബുദ്ധിമുട്ടാവേണ്ടതെന്ന് വിചാരിച്ചു. പക്ഷെ അവർക്ക് പ്രശ്നമില്ല. മറ്റേ ഈ തിരക്കും ബഹളമൊക്കെ കണ്ടല്ലോ. ഇനി എന്തായാലും ഞാൻ സിറ്റിയിലേക്ക് പോവാം. സിറ്റിയിലുള്ള ഒരു സിറ്റി ടൂറൊക്കെ കാണിക്കാം. നല്ലൊരു കറുത്ത സുന്ദരി ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അതെ, അത് ക്ലിയോപാട്ര എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ. എന്തായാലും നമുക്ക് ഇവിടം വിടാം കേട്ടോ. ഇനി ഇവിടെ കയറണ്ട, ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഇവിടെ പോകുന്നതാണ് നല്ലത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം വേണം. അതുപോലെ നമ്മൾ പാരീസിൽ നിന്ന് പാരീസ് കാണാനും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോയി നമ്മൾ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 10 ദിവസമെങ്കിലും ഇവിടെ നിൽക്കണം. അതുപോലെ എനിക്ക് കാലിന് ചെറിയ പ്രശ്നമുണ്ട്. കാല് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടായി തുടങ്ങി. എന്ത് പറ്റിയെന്ന് അറിയില്ല. കാലിൻ്റെ തൊലിയെല്ലാം പൊള്ളി അടിയിൽ. നടന്നിട്ടായിരിക്കും.
ഇത് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. എന്തായാലും അവരെയൊക്കെ കാണിക്കാം. അവർ കാണാൻ വേണ്ടി ഡാൻസ് കളിക്കുകയാണ്. ഇവിടെയൊക്കെ പിക്ചേഴ്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് നല്ല റേറ്റ് അല്ല, അത് പ്രിന്റ് ചെയ്തതാണോ പേപ്പറിലുള്ളതാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഈ സുവനീർ വിൽക്കുന്നത് എല്ലാം ബ്ലാക്കന്മാരാ കേട്ടോ. ഇത് ഇവരുടെ ഒരു കളിയാണ്, ചീറ്റിംഗ്. ഇത് ഇവരെ ആൾക്കാരാണ്. ഇവർ ബാഗും തൂക്കി ഇവിടെ വന്നിട്ട് ഇങ്ങനെ കളിക്കാനല്ല, വെളിയിൽ നിന്ന് ആരുമില്ല കേട്ടോ. ഫുൾ ടീം അവരുടെ തന്നെ.